ഹായ്, മിറാഷാണ്. ഞാൻ ഇന്ന് പറയാൻ വന്നില്ലേ, എന്താണ് ഇപ്പൊ പൊതുവെ ഇങ്ങനെ കേൾക്കും, ഒരാൾ സ്നേഹിച്ചിട്ടില്ലെങ്കിലെല്ലാം ഇങ്ങനെ പറയും. ഇപ്പൊ എല്ലാവർക്കും പണയെ വേണ്ടു, പണമെന്ന് എല്ലാവർക്കും വേണ്ട, ആർക്കും സ്നേഹമൊന്നും വേണ്ട, അങ്ങനെ ഇങ്ങനെ. പക്ഷേ ഈ പണം എന്ന് പറയുന്നതില്ലേ, ഈ പണം എന്ന് പറയുന്നത് അത്യാവശ്യം തന്നെയാണ്, എല്ലാവർക്കും അത്യാവശ്യം തന്നെയാണ്. അതുണ്ടെങ്കിൽ എല്ലാവർക്കും എല്ലാം ചെയ്യാം. പക്ഷേങ്കിൽ ഈ സ്നേഹവും പണവും തമ്മിൽ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കലുണ്ട്, ഈ എല്ലാ ആൾക്കാരും ഇപ്പം പണത്തിൻ്റെ വഴിക്ക് പോകുന്നു. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ സ്നേഹത്തിനൊന്നും ഒരു അർത്ഥമില്ല. അതായത് സ്നേഹിച്ചാൽ അത് തിരിച്ചു കിട്ടൂല. നമ്മൾ എത്ര ഖേദം തോന്നിയാലും എത്ര വിഷമിച്ച ഒരാളെ സ്നേഹിച്ചാലും അത് നമുക്ക് തിരിച്ചു കിട്ടൂല. സ്നേഹിക്കുന്ന ആളിപ്പം ചതിക്കപ്പെടുന്ന നാളാണ്, ചതിക്കപ്പെടുന്ന സമയമാണ് ഇപ്പോൾ. അതുകൊണ്ട് ഇപ്പം അധികം ആൾക്കാർക്കും ആയാലും മനസ്സിലായി തുടങ്ങി, ഇപ്പോൾ ഇനി സ്നേഹത്തിലൊന്നും ഒരു കാര്യമില്ല, പണം ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ടാവുന്നുള്ളൊരു മൈൻഡ് വന്നു. അതായത് പണം ഉണ്ടെങ്കിൽ എന്താ റെസ്പെക്റ്റ്. എവിടെ നമ്മളൊരു സ്ഥലത്ത് പോകുന്നു, ഒരു വിലയില്ലാത്ത ആളായിരിക്കും. നമുക്ക് പണം ഉണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും ഭയങ്കര വില തരും. പിന്നെന്താ വേണ്ടേ? അതുപോലെ ഇതുവരെ ഒരു പരിചയമില്ലാത്ത ആൾക്കാരായിരിക്കും നമ്മളെ വിളിച്ചിട്ട് നമ്മളെ അടുത്തേക്ക് വരും, നമ്മളതിലേക്ക് കയറാൻ നോക്കും. അങ്ങനെയല്ലാണ് പണത്തിൻ്റെ പവർ. ശരിക്കും ഒരു പവർ തന്നെയാണ് പണത്തിൻ്റെ. അപ്പം എല്ലാ ആൾക്കാർക്കും ഇപ്പം അതുകൊണ്ടെന്ന് മനസ്സിലായേ, എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം. പൈസ ഉണ്ടായ പവറും റെസ്പെക്റ്റും എല്ലാം ഒരുമിച്ച് വരും. പിന്നെ എന്തിനു നമ്മൾ ഈ സ്നേഹത്തിൻ്റെ ബാക്കിൽ പോകുന്നത്? അപ്പോൾ അങ്ങനല്ലേ എല്ലാവരും നിങ്ങൾ തന്നെ പറ, നിങ്ങളെല്ലാം മനസ്സിൽ അത് തന്നെയല്ല ചിന്ത. എല്ലാവരും മനസ്സിൽ ഇപ്പം അങ്ങനെ തന്നെ ചിന്ത. കാരണം ഇപ്പോഴത്തെ കാലം മാറി, സ്നേഹത്തിനൊന്നും ഒരു അർത്ഥമില്ല. സ്നേഹം പണ്ട് കഴിഞ്ഞ സ്നേഹമല്ലോ, ഇപ്പോൾ ഒന്നുമില്ല. നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ പറയട്ടാ. അപ്പോൾ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും മറക്കണ്ട, ഫോളോ ചെയ്യണം, ലൈക്ക് അടിക്കുക, കമൻ്റ് അടിക്കുക, ഷെയർ ആക്കുക, എല്ലാം ചെയ്യും. ഓക്കെ, എന്നെ സപ്പോർട്ടാക്കുക എല്ലാവരും. എന്തെന്നിങ്ങനെ. ബൈ.